ഹലോ എന്താ കുട്ടി ചിരിച്ചത്? വേസ്റ്റായ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തതൊക്കെ വളരെ നന്നായിരുന്നു. ഞാൻ വാങ്ങിച്ച മെഡൽസ് ഒക്കെ എന്റെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നില്ലേ, അതെന്റെ സ്കൂൾ ലൈഫ് മുഴുവനും എന്നെ ഓർമ്മിപ്പിച്ചു. താങ്ക്സ്. ശരി ശരി. നിങ്ങൾ സ്റ്റേഷൻ ചെന്നിരുന്നോ? എസ് വിളിച്ചിട്ടുണ്ട്, എല്ലാരും സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അവിടെ ചെന്നിട്ട് എന്താന്ന് എനിക്ക് കോൾ ചെയ്ത് പറയണേ. ഒരുപക്ഷെ ബാഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മാതിരി 2 ദിവസം ലീവ് ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. നമുക്ക് ഒന്നിച്ച് തരാം. ഓക്കെ ഓക്കെ, വടപ്പ പോം. വാടോ സർവണ, ഇതാ ബാഗ്. അതിനകത്ത് പണം ശരിക്കണോ? ഇവനാണ് നിങ്ങളുടെ ബാഗ് അടിച്ചു മാറ്റിയത്. എടാ ജാക്ക് പോട്ട്. യെസ് പ്രൊസീഡ്. ചെരുപ്പെടുത്ത് അടിക്കും ഞാൻ. ഐ മീറ്റ് യു. സാറേ, എനിക്ക് ഇവരെയൊക്കെ നേരത്തെ അറിയാം. സാറേ, നമ്മളന്ന് ബസ് വെച്ച് പരിചയപ്പെട്ടതല്ലേ? എടോ, തനിക്കത് ബാഗ് പിടിക്കാൻ വലിയ മടിയായിരുന്നല്ലോ, പിന്നെ എന്തിനാ എടുത്തേ? സാറി, നിങ്ങൾ എനിക്ക് തന്നാൽ അതെനിക്ക് സ്വന്തമാവില്ലല്ലോ. ഞാനായിട്ട് മോഷ്ടിച്ചാലല്ലേ സ്വന്തമാവൂ. കേട്ടോടാ, അടുത്ത് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ തന്നെ താൻ ബാഗ് എടുത്ത്. പാട്ടിന്റെ രണ്ടാമത്തെ ബീജം പോയിക്കൊണ്ടിരുന്നില്ലേ, അപ്പ എടുത്തതാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഷണത്തിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടറിനും ഒരു പങ്കുണ്ട്. ആർക്ക് പങ്കുണ്ടെന്ന്? നമ്മുടെ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറെ. എന്തോന്നാടാ ഈ പറയുന്നേ? അതെ, അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടല്ലേ എല്ലാം മറന്നു നിന്നത്. ആ പാട്ട് കേട്ട് നിങ്ങളെ മാത്രമല്ലല്ലോ നിങ്ങൾ മറന്നത്, പണമുള്ള ബാഗ് കൂടെ നിങ്ങൾ മറന്നില്ലേ? എടാ കാശ് ശരിക്കുണ്ടോ നോക്കിയേ മോനെ. അത് എത്ര തവണ എണ്ണിയാലും 70,000 രൂപ കുറയും. എന്താ എന്ത് ചെയ്തു? പൈൽസ് ഓപ്പറേഷൻസ്. എന്തേ? നിങ്ങൾക്കറിയാലോ, ബസ്, ട്രാവൽ, ഹീറ്റ്, ഓപ്പറേഷൻ. 70,000 എവിടെ ഓപ്പറേഷൻ ചെയ്ത്? അപ്പോളോ ആസ്പത്രി. ആരാണ് അപ്പന്റെ വീട്ടിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഈ നിൽക്കുന്ന 5 പേരിൽ ആരപ്പന്റെ എനിക്കെന്തറിയാം. സാറേ, മൊത്തം പൈസ തിരിച്ചു കിട്ടില്ലെങ്കിൽ മോലാളി ഞങ്ങൾ വെച്ചേക്കൂല. എക്സ്ക്യൂസ് മീ സാർ, 2 ദിവസം സമയം വേണം. ഹാർഡ് വർക്ക് ചെയ്ത് പണം തിരിച്ചു കൊടുത്തേക്ക്. പക്ഷെ പോലീസ് ഇടപെടരുത്. നിനക്ക് ഞാൻ അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഞാൻ വരട്ടെ. അതിനെ വെച്ചോ. ഓനെ പിടിച്ചേ. താൻ എങ്ങോട്ടാ? പണം തരുന്നവർ എന്റെ വീട് താമസിച്ചോ? ആരോട് താമസിക്കാൻ? എന്റെ വീട്ടിലാടാ. അതെ, നിന്റെ വീട് എവിടെ? എന്റെ വീട്. അയ്യോ, ബസ് വന്ന്. അതൊക്കെ പോലീസിനോട് ചോദിച്ചാൽ മതി. ഹലോ, അയാള് പണം തിരിച്ചു തരുവോ? തരുവായിരിക്കും. നമ്മൾ വരുമെന്ന് മുതലാളി പ്രതീക്ഷിക്കുന്നില്ലേ? അവൻ തരുവെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്. ഹലോ, ബാഗ് കിട്ടിയോ? അയ്യോ ഇല്ല, കിട്ടിയിട്ടില്ല. ഓ, ഞാൻ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കിട്ടിയില്ലെന്ന് ആ പെണ്ണോട് എന്തിനാണ് കള്ളം പറഞ്ഞ? പിന്നെ അല്ലാണ്ട് ആ പെണ്ണിന്റെ അശ്രദ്ധോണ്ടല്ലേ നമ്മുടെ ബാഗ് നഷ്ടമായത്. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. അതുപോലെയാണോ നിസ്സാര ശമ്പളം വാങ്ങുന്ന നിന്റെയൊക്കെ കാര്യം? ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണിനെ ഇവിടെ വിളിച്ച് വരുത്തി മോളിലും ബീച്ചിലും പാർക്കിലും സിനിമാ തിയേറ്ററിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ചുറ്റി കറക്കും ഞാൻ. ഐസ്ക്രീം മേടിച്ച അവിടെ അണ്ണാക്കിലേക്ക് ഞാൻ കുത്തി 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 ഇറക്കും. വാടാ, നമുക്ക് പകരം വിട്ടാം. ഇത് പകരം ചോദിക്കാൻ തോന്നുന്നില്ലല്ലോ. മുതലാളിയുടെ ബാക്കി പണവും കൊളവാക്കുന്ന തോന്നുന്നേ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് അറിയാൻ നോക്കല്ലോ. ലോകത്തില് വിത്തും വളമൊന്നുമില്ലാതെ പൂക്കുന്ന പൂവേതാ? മുതലാളിയുടെ ചെരുപ്പാ. ഇടം അതല്ലടാ, ഇവനെന്തൊരു മണ്ടന. അവന്റെ കാര്യം വിട്, നീ എന്താടാ ഇങ്ങനെ ആയത്? അതല്ലടാ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ തുടങ്ങാത്തെത്താത്ത വിചാരിക്കരുത്. മുതലാളി ബാത്റൂമിൽ വെപ്രാളപ്പെട്ടോണ്ടിരിക്കുമ്പോ നിനക്ക് ഇവിടെ സ്വപ്നം കാണല്ലേ? കേസിന്റെ കാര്യത്തിന് കോടതി വന്നിരിക്കുക. എന്ത് ദേഷ്യപ്പെട്ടോന്നോ? എത്ര പേരാടാ വന്നത്? ഇവിടെ ചേട്ടാ. അതെയോ? ഒറ്റയ്ക്ക് തീ വെച്ചെന്നോ? അതാരാണത്? അവരെ കാണാൻ എങ്ങനുണ്ടോ അവിടെ? ഞാൻ കണ്ടിട്ടുണ്ടാവോ അവനെ? എന്ത് പട്ടിന്റെ മുണ്ട്, ചുരുണ്ട മുടി, കുങ്കുമപ്പൊട്ടോ? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ അവനെ എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ. ശരി ശരി, അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം. സാറ് സിബ് ഇടണം കേട്ടോ. ഒരു കൂൾ ഡ്രിങ്ക്സ് എടുക്കാശാന്. ആരും കാണുന്നില്ല, ഇതാണ് പറ്റിയ അവസരം. ചേട്ടാ, അവര് മതിയായിട്ട് രക്ഷപ്പെടുന്നു. ഇതില് വലിയ ഗുണമുണ്ടോ? കൂൾ ഡ്രിങ്ക്സ് പോലും മര്യാദയ്ക്ക് കുടിക്കാൻ സമ്മതിക്കില്ല. ഉണർന്നിരിക്കുന്നതാണ് പോക്കറ്റ് അടിക്കുന്നത്. സാറേ, മാഡം ഉണ്ടല്ലോ. സോറി മാഡം, ഞാൻ ആ ബാഗ് മോഷ്ടിച്ചേ. ഐ എം സോറി. സാറേ, തൽക്കാലം ഇതാ കിട്ടിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് ബാക്കിയൊക്കെ തന്നേക്കാം. പോയടോ. ബാഗ് കിട്ടിയോ സരവണ? അല്ല, ബാഗിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞില്ലേ? ബാഗ് കിട്ടിയോ? ബാഗ് കിട്ടിയോ ഇല്ലയോ? ബാഗ് കിട്ടി.
ഐശ്വര്യ എന്ത് ചെയ്യും നുണ പറയാന്ന് പറയുന്നത്? നിങ്ങൾ മാത്രം എന്താ ബാഗ് അന്വേഷിക്കാൻ വരുമെന്നല്ലേ പറഞ്ഞേ? ഇവിടെ നോക്കിയേ, സ്കൂളിൽ പോകുന്ന കള്ളപ്പറച്ചിട്ടല്ലേ വന്നേ? ഇല്ലല്ലോ, നിങ്ങളുടെ കൂടെ ബാഗ് അന്വേഷിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വന്നത്. എന്താ എന്നെ നിങ്ങളെ പോലെ ഫ്രോഡ് ആണെന്നാ വിചാരിച്ചത്? ആ ഒരു പോയിന്റ് പറഞ്ഞാണ് നിങ്ങളെ പിടിക്കാന്ന് വിചാരിച്ചേ. എന്ത് കളിക്കുകയാണോ? എന്താണെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് പറയൂ. ഞങ്ങളുടെ ശരവണ്ണന് നിങ്ങളോട് ഇഷ്ടമാണ്. എന്ത്? അതേന്ന് അവന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാ. ബാഗ് അന്വേഷിക്കാൻ അവന്റെ കൂടെ കൂടുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് അവൻ കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ കൂടിയത്. അവരന്ന് അമ്പലത്തിൽ വന്ന പൂക്കാരിയോട് 500 രൂപയ്ക്ക് ചേഞ്ച് ചോദിച്ചു. ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്നാ 20 രൂപയ്ക്ക് ആർക്കെങ്കിലും പൂ കൊടുത്തോന്ന് പറഞ്ഞു. അതിശയതാതോ, ആ പൂക്കാരി മുല്ലപ്പൂവ് നിങ്ങൾക്കാണ് തന്നത്. അവനെ കുറിച്ച് ഞാനിനി എന്ത് പറയാനാ? പൂ കൊടുത്തപ്പോ തന്നെ ആ പൂക്കാരിയമ്മ അവനെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരാന്നറിയില്ല, 20 രൂപ പണം തന്നിട്ട് പൂ ആർക്കെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞു പോയി. ആരാ അത്? എങ്ങനെ അറിയാനാ? അവനെ കാണാൻ തോട്ടി പോലെ ഉണ്ടായിരുന്നു. പണി എനിക്കിട്ട് കിട്ടി. എന്റെ അമ്മോ, ഒടുക്കത്തെ ട്രാഫിക്. ഓടി വരാൻ കഷ്ടപ്പെട്ടു. ടിഫിൻ എവിടെ? മോഷ്ടിക്കുന്ന സമയത്ത് പാഴ്സൽ കിട്ടാനുള്ള സൗകര്യമൊന്നും ഇല്ല മോനെ. മിണ്ടാതിരുന്ന് കഴിക്കടാ. അപ്പൊ ചമ്മന്തി ആ സാമ്പാർ സിപ്പർ തുറന്നു നോക്കടാ. എന്തൊരു ചൂട്. ഇതാണ് സാമ്പാർ. ആ പോലീസ് വന്ന ഇല്ലെന്ന് പറഞ്ഞേക്കും. എടാ, ഇത് ഐശ്വര്യ. അയ്യോ. ആ പറയൂ, എന്താ കാര്യം? എല്ലാരും ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങള് ജാക്ക്പോട്ടിന്റെ വീട്ടിലാ. ആ ബാഗ് മോഷ്ടിച്ചില്ലേ? ഓ, അപ്പൊ എല്ലാ കള്ളന്മാരും ഒന്നിച്ചുണ്ടല്ലേ? ഇങ്ങതാണ് ഞാൻ മിണ്ടാ. ഒരു ആവശ്യമില്ല സംസാരിക്കില്ല. ഞാൻ കുമാര സംസാരിക്കുന്നത്. എന്താ വിശേഷം? എന്താ, എനിക്ക് കോൾ ചെയ്തൂടെ? സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചതാ. ബാറ്ററി ലോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ശരവനോട് തന്നെ സംസാരിച്ചോളൂ. ഇപ്പൊ വേണ്ട, എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം പറഞ്ഞേക്കും. ഹലോ, ആരുമില്ലെന്ന്. ഡോ, തന്നോട് എത്ര പ്രാവശ്യം പറയേണ്ടത്? വീട്ടിലേക്ക് വരുന്നു, ഫോൺ ചെയ്യുന്നു. ഈ വീട് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പോരെ? ഈ മുതലാളി പറഞ്ഞിട്ട് കേക്കണില്ല. താൻ സ്റ്റേ ഓവറിട്ട് തിരിച്ചു വാങ്ങണില്ല, വിൽക്കാനുള്ള പ്ലാനും ഇല്ല. ആ. ഇതുകൊണ്ടാണ് ഞാനൊരു സ്കെച്ച് അങ്ങോട്ട് ഇടാൻ പോണേ. തന്റെ മോളെ ദാ ഈ നിൽക്കുന്ന ഇവനെ കൊണ്ട് കെട്ടിച്ച താൻ നേരത്തെ പറഞ്ഞ പോലെ സ്വത്തൊക്കെ അവന്റെ പേരിലാവൂലേ? തനിക്ക് അതിന് താല്പര്യം ഉണ്ടെന്ന് അവന്റെ അടുത്ത് തിരിച്ച് ഞാൻ വാങ്ങിച്ച പോരെ? ആരെ സ്വത്ത് ആർക്കടാ വെക്കേണ്ടത്? ഡോ, ഇത് നല്ല കളിയായി. താനല്ലേ പറഞ്ഞ പെണ്ണിനെ കെട്ടണ സ്വത്ത് ഞങ്ങൾ കൊടുക്കുന്നത്? പറഞ്ഞ ചെറുക്കൻ അന്വേഷിക്കോ താൻ? ഞങ്ങളുടെ പെണ്ണിനെ ചെറുക്കൻ അന്വേഷിക്കാൻ ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് മിണ്ടാതെ പൊയ്ക്കോ. ഈ ശവ്യെ, എന്താണ് നിന്റെ അമ്മവൻ ഇങ്ങനെയൊക്കെ പറയണത്? ആരാ നിനക്കൊക്കെ അമ്മായിപ്പൻ മണ്ടത്തരം പറയണേ? ഇവന്റെ ഭാര്യയുടെ അപ്പനല്ലേ പുറത്ത് നിങ്ങള്? പോകുന്നുണ്ടോ? ഹൈ, പെണ്ണിനെ കെട്ടിക്കല്ലേ? നടക്കില്ല. മര്യാദയ്ക്ക് പുറത്തു പോകാനാ പറഞ്ഞ. തന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്. ഇയാളുടെ മോളെ പൊക്കി 3 പേരെ തട്ടിയിട്ട് സാറിന് സ്ഥലം എഴുതി കൊടുക്കാം. ഡാ, ഇയാളുടെ മോൾ എവിടെയാണെങ്കിലും ഇപ്പൊ കൊണ്ടുവരണം. ചെല്ലടാ. ശരി, ഓക്കെ. മോളെ ഐശ്വര്യ, ഐശ്വര്യ, നിനക്കൊന്നും പറ്റില്ലല്ലോ. നീ അകത്ത് വാ, എന്താ ഇതൊക്കെ? ഒന്നും സംഭവിക്കില്ല. നീ അകത്ത് വാ. മോളെ ചേട്ടാ, പെണ്ണിനെ എനിക്ക് ഇഷ്ടായിട്ടാ. ചേട്ടാ, മോളെ എനിക്ക് ഇഷ്ടായിട്ടാ. എന്തിനിപ്പ ഇവനടിച്ച? ഈ പെണ്ണിനെ ഇനി എപ്പോഴാ കാണുന്നെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നേ. ഇവള് തന്നെ എന്റെ ഭാര്യ. എന്തുട്ടോ നീ പറയണ? അപ്പൊ നീ കെട്ടാൻ പോട നിന്റെ അമ്മാവന്റെ മോളോ? അതൊന്നും എനിക്ക് അറിയണ്ടെങ്കിലേ ഇവിടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം. എന്താ ഇത്? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? പഠിക്കുന്ന കുട്ടിയെ നോക്കി കല്യാണം അതൊന്നും വേണ്ടെന്ന് പറയുന്നോ? മര്യാദയ്ക്ക് പുറത്തിറങ്ങി ഒന്നും പോയിക്കോ. മിണ്ടാണ്ടിരിക്കോ? എന്താ സംസാരിക്കണേ? സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടില്ലേ? അങ്കിള് പറയും. നോക്ക്, ഇവനെയും പെണ്ണിനെയും എന്റെ മുതലാളിക്ക് വീടും താൻ എഴുതി തരണം. 2 ദിവസത്തിനുള്ള നിശ്ചയം, അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. ഭഗവാനെ, ഞങ്ങളെ രക്ഷിക്കണേ. എന്തു പറ്റി? ഹലോ സർ, ഞാൻ ശരവണനാണ് സംസാരിക്കുന്നത്. എന്താടോ, ഇനി നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടില്ലേ? ഇല്ല സർ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. എന്താടോ പുതിയ പ്രശ്നം? എന്റെ ബാഗ് കാണാനില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നപ്പോ എന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ? ആ കുട്ടിക്കാണ് സാർ പ്രശ്നം. ആരാന്ന് പറഞ്ഞേക്ക്, ഞാൻ നോക്കിക്കോളാന്നേ. മദനാണ് സാർ. ആര്?
ഒരു മിനിറ്റ് ഒന്ന് ലൈനിൽ നിന്നേ, ഞാനാ വരുന്നു. നീ ആരാ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞേ? അതെ സർ, അവൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവരെ ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. ആ എന്തെങ്കിലും ചെയ്തേ പറ്റൂ സർ. എടാ നീ എന്താ അവന്റെ കൺമുമ്പിൽ ചെന്ന് പെട്ടത്? നമ്മുടെ ഭാഗത്തോട് സ്റ്റെപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്റ്റേഷനിൽ വന്ന് വെട്ടിക്കളയും. അപ്പിനി എന്താ സാർ ചെയ്യേണ്ടത്? അവരൊരു നല്ല കുടുംബക്കാരെ സാർ. എന്ത് സംഭവിക്കുമെന്നറിയാതെ പേടിച്ച് വിറച്ചിരിക്കുക അവര്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാർ. ഒരു പോലീസുകാരനായി ഞാൻ ഇത് പറയാൻ പാടില്ലാത്തതാ. എങ്കിലും നീ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയാൻ കേട്ടോ. അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾ ഈ പ്രദേശത്ത് കാശി മാത്രമാണ്. കാശിയുടെ അനുജനെ ഇവനാണ് വെട്ടിക്കൊന്നത്. അന്ന് തുടങ്ങിയതാ. ഇവൻ എന്ന് തന്റെ കയ്യിൽ കൊടുങ്ങുന്ന കാശി കാത്തോണ്ടിരിക്കുകയാണ്. നീ അവനോട് ചെന്ന് സഹായം ചോദിക്കേ. ഇതല്ലാതെ എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല. ഒരുപക്ഷെ നീ കാശിയുടെ അടുത്ത് പോയ കാര്യം അവൻ അറിഞ്ഞാൽ അവൻ ചിലപ്പോ ഒന്ന് അടങ്ങും. അതുകൊണ്ടാ പറഞ്ഞത്. അയാളെ എവിടെ പോയി കാണാൻ പറ്റും സാർ?